ഇൻകം ടാക്സ് ഫയലിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് 3 പാർട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഒരു ഡിസ്കഷൻ രൂപത്തിൽ തൃശ്ശൂരിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സുബിൻ ബി ആറുമായിട്ട് റുപ്പിമെങ് ചാനൽ നടത്തിയിരുന്നു. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ടാക്സ് ഫയൽ ചെയ്യേണ്ട സമയമായി. അതായത് അസസ്മെൻറ്റ് ഇയർ 2024-25 ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്വാഭാവികമായിട്ടും കുറേ സംശയങ്ങളുണ്ട്, പ്രത്യേകിച്ചും ന്യൂ ടാക്സ് റെജീമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 പാർട്ടുള്ള ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല ആംഗിളിലുള്ള ടാക്സ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനും പൊതുവായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളിതിനെപ്പറ്റി ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് മുമ്പിലത്തെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിന് ശേഷം സുബിൻ്റെ ചാനലിൽ ടാക്സിനെ സംബന്ധിച്ചുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് താൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് കിട്ടും. 2024-25 അസസ്മെൻറ്റ് ഇയറിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസാണ് നമ്മൾ ഈ വീഡിയോയുടെ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യത്തിന് തുടങ്ങാം. നമ്മൾ ആരൊക്കെയാണ് ഈ 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരിക? 2024-25 അസസ്മെൻറ്റ് ഇയറിലെ നമുക്ക് പുതിയ ടാക്സ് റെജീം, അതായത് ന്യൂ ടാക്സ് റെജീം ഡിഫോൾട്ട് റെജീമായിട്ടാണ് വരുന്നത്. അപ്പോൾ മുമ്പൊക്കെ ന്യൂ ടാക്സ് റെജീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല ഈ ന്യൂ ടാക്സ് റെജീം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ബഡ്ജറ്റിൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ന്യൂ ടാക്സ് റെജീം വളരെ അട്രാക്റ്റീവ് ആയപ്പോൾ പല ആളുകൾക്കും ന്യൂ ടാക്സ് റെജീമായിരിക്കും ബെനിഫിഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ന്യൂ ടാക്സ് റെജീം പ്രകാരം 3 ലക്ഷം രൂപ വരെ അതിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നിങ്ങൾ പഴയ ടാക്സ് റെജീമാണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് ഇപ്പോഴും ലിമിറ്റ് വരുന്നത്. പുതിയ ടാക്സ് റെജീമാണെങ്കിൽ 3 ലക്ഷം രൂപ. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒബ്ലിഗേഷൻ സൈഡിൽ അതാണ് വരുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നത് നമ്മളുടെ ഒരു സിറ്റിസൻ്റെ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റിസൻ്റെ ഒബ്ലിഗേഷൻ എന്നുള്ളതിന് പുറമെ ചെയ്യുന്ന ആൾക്കും കുറേ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന്, അതായത് റിട്ടേൺ ഫയൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻകത്തിൻ്റെ ഒരു പ്രൂഫായിട്ടാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പല ആളുകൾക്ക് ഇപ്പോൾ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൗസിംഗ് ലോൺ എടുക്കണം അല്ലെങ്കിൽ ബിസിനസ് ലോൺ എടുക്കണം, ഈ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് ഒരു കൺസേൺ ആണ് ഇതിൽ. പിന്നെ വേറൊരു മാറ്ററുള്ള, ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ പലരും വിദേശത്തേക്കൊക്കെ പോവുകയാണ്, ഇപ്പോൾ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അതായത് പാരൻസിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്ത ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളുടെ ഒരു ഫാമിലിയുടെ ഇൻകം പ്രൂവ് ചെയ്യേണ്ടതായിട്ട് പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റാണ് ഇത് ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരുന്നുണ്ട്. ഇൻകം ഉണ്ട് എന്ന് നമ്മൾ പലരും പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആയി മാറിയിട്ടുണ്ട് എന്ന് ചുരുക്കം. റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് ആണ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ആളുകൾ പലരും അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് കരുതി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടൊക്കെയോ ഫയൽ ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുന്നവരും ഇപ്പോൾ ടെക്നോളജി വളർന്നു വരികയാണല്ലോ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത? അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് വരെ എത്രയാണെന്ന് നമുക്ക് പോലും അറിയില്ല. പക്ഷേ നമ്മൾ AS നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഓരോ ബാങ്കിലും നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ട്രേഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടോ, ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടോ, നിങ്ങളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇൻകം ടാക്സിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നടത്തിയിട്ടുള്ള കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ചരിത്രം തന്നെ കാണാൻ പറ്റും. അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ച ഡേറ്റ് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി, ഏത് ഡേറ്റിലാണ് സ്ഥലം വാങ്ങിച്ചതെന്ന് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോർട്ടലിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ടെക്നോളജി, സുബീഷ് പറഞ്ഞ പോലെ ടെക്നോളജി നമ്മളെക്കാട്ടും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. മുൻപത്തെ പോലെ നമുക്കങ്ങനെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും പലർക്കും ഒന്നും ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതായത് ഈ പാൻ നമ്പർ കൊടുക്കുന്ന ഏത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അവിടെ റെക്കോർഡ് ആവുന്നുണ്ട്, നമ്മളുടെ ലോഗിനിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ബാങ്കിലായാലും പ്രൈവറ്റ് ബാങ്കുകളിലായാലും അങ്ങനെ ഏത് ട്രാൻസാക്ഷൻ ആയാലും പാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഒരു 99% അവിടേക്ക് വന്നിട്ടുണ്ടാവും. അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇൻ കേസ് അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 31 തീയതിയാണ് ഈ ഫൈനൊന്നും ഇല്ലാതെ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 2024 ജൂലൈ 31 തീയതിക്ക് മുമ്പ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇൻ കേസ് അത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ജൂലൈ 31 കഴിഞ്ഞിട്ടും റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷേ അപ്പോൾ അവിടെ ഒരു ലേറ്റ് ഫീ വരാനായിട്ട് സാധ്യതയുണ്ട്. ലേറ്റ് ഫീ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൂടി അടയ്ക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോ മാസം നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ലേറ്റ് ഫീ വരും. 5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ലേറ്റ് ഫീ വരുന്നത്. 5 ലക്ഷത്തിൽ മേലെയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ 5000 രൂപ വരെ ലേറ്റ് ഫീ ഒക്കെ വരാം. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രോബ്ലം കൂടി ഉള്ളത്, ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അവരുടെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതായത് ഈ കൊല്ലം ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിന്റെ ലാഭത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഓപ്ഷൻ അത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താലേ, അതായത് ജൂലൈ 31 ഫയൽ ചെയ്താലേ ആ ഒരു ഓപ്ഷൻ കിട്ടും. ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്ത ആളുകൾക്ക് അത് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ 3 തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, നമുക്ക് ലേറ്റ് ഫീ എന്തായാലും വരും. 2, നമ്മൾ ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ അടുത്ത കൊല്ലത്തേക്കോ ഒക്കെ നമ്മളുടെ പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലോസിന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് ശരിക്കും വലിയൊരു നഷ്ടം ഉണ്ടാക്കും. വലിയൊരു നഷ്ടം തന്നെയാണ് അത്. ഇപ്പോൾ അടുത്ത കൊല്ലം നമുക്കൊരു 30% ടാക്സ് ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം 1 ലക്ഷം രൂപ നഷ്ടം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് അവേ 30-35,000 രൂപ നഷ്ടം വരും. അത് ഈ ചാർജിനേക്കാളും അല്ലെങ്കിൽ ലേറ്റ് ഫീയേക്കാളും ഇൻട്രസ്റ്റിനേക്കാളും ഒക്കെ വലിയൊരു നഷ്ടമാണ് അപ്പുറത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ടൈമിന് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇൻ കേസ് ടൈമിന് തന്നെ ഫയൽ ചെയ്യുന്ന ആളുകൾ പലരും ഈ കുറേ ആളുകൾ വളരെ സിമ്പിളായിട്ട് അതങ്ങ് ചുമ്മാ ഫയൽ ചെയ്ത് പോകുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഈ പ്രാവശ്യം? അതിൽ ഒരു മാറ്റർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫോം സെലക്ട് ചെയ്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഇത് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പല ആളുകളും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോവിഡിന് ശേഷമൊക്കെ പലരും ഈ ഷെയർ ട്രേഡിങ്ങിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതായത് അത്രയധികം നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ടുകൾ തന്നെ കോവിഡിന് മുമ്പ് 8 കോടി ഡിമാറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇന്നത് 15 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത്രയധികം ആളുകളാണ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് സാലറിഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മൾ ITR 1 തന്നെ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ അവരെല്ലാവരും ITR 1 എടുത്ത് ഫോം 16 എടുത്ത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ആ കേസിലൊക്കെ ഇത് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോം തെറ്റിപ്പോയി എന്നുള്ളതാണ് അതിലെ പ്രശ്നം വരുന്നത്. പ്രധാനമായിട്ടും 4 ഫോമുകളാണ് നമ്മളിപ്പോഴുള്ള സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അല്ലേ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ITR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിമ്പിളായിട്ട് നമുക്ക് സാലറി ഇൻകം ആണുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന്, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം, ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ITR 1 ഫോം യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോം. അത് ഈവൻ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ പോലും 5000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ITR 2 പോകും. അതല്ല, നമ്മളിപ്പോൾ 194N എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ TDS, ഇപ്പോൾ ക്യാഷ് വിഡ്രോവലിന് TDS പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ TDS ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ITR 1 ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ITR 2 തന്നെ പോകേണ്ടതായിട്ട് വരും. ഇനി അടുത്ത മാറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു സെഗ്മെന്റ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഷെയർ തന്നെ വിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ മ്യൂച്വൽ ഫണ്ട് വിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം വിൽക്കാം. എന്തിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണ്. ഗോൾഡ് വിറ്റിട്ട് നമുക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും അത് ടാക്സബിൾ ആണ്. അത് ITR 2 നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ക്യാപിറ്റൽ അസെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഷെയർ ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം, ഗോൾഡ് ആവാം, ലാൻഡ് ആവാം. ഇത് ഏതായാലും വിൽക്കുമ്പോൾ നമുക്ക് 1 രൂപയെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ITR 2 ഫയൽ ചെയ്യേണ്ട ഒരു ഇതാണുള്ളത്. അപ്പോൾ നമ്മൾ പലരും നമ്മളെ ചാനലിൻ്റെ ആളുകളൊക്കെ പലരും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങി വിറ്റൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ സാധാരണ സാലറി ഇൻകത്തിൻ്റെ ITR 1 എന്നുള്ള ഇതിലല്ല, ITR 2 വേണം ഫയൽ ചെയ്യാൻ. ഇനി അതിനേക്കാൾ ഒരു നെക്സ്റ്റ് ലെവലിലുള്ള കാര്യം കൂടി ഉണ്ട്, 3 ഉണ്ട്. ITR 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബിസിനസ് ഇൻകം ആണ്. അതായത് ബിസിനസ്സുകാരുടെ റിട്ടേൺ ആണ് ITR 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും ഒരു ബിസിനസ്സുകാരുടെ റിട്ടേൺ ആയിട്ടുള്ള ITR 3 തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ITR 3 ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറാണ്, ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണർ ആയിരിക്കും നമ്മൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ആണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടർ ആണെങ്കിൽ അപ്പോഴും 3 ആണ് ചെയ്യേണ്ടത്.
അപ്പോൾ ITR 3 ഒരു ബിസിനസ് റിട്ടേൺ എന്നുള്ള ഒരു ആംഗിളിലാണ് 3ഉം 4ഉം വരുന്നത്. 4 എന്ന് പറഞ്ഞാൽ ഒരു പ്രിസംപ്റ്റീവ് ബേസിലുള്ള റിട്ടേൺ ആണ്. അതായത് നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചെയ്യാണ്, അപ്പോൾ അതിന് എലിജിബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്മീഷനൊക്കെ കിട്ടുന്ന ആളുകൾക്ക് ITR 4 ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പോൾ 3 തന്നെ ചെയ്യണം. അപ്പോൾ അതല്ല, അത് എലിജിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനോ ബിസിനസ്സോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ITR 4 ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ. ഇപ്പോൾ നമുക്ക് ഒരു 6% അല്ലെങ്കിൽ 8% നമ്മുടെ ബിസിനസ്സിൻ്റെ 6 or 8% ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആണ്. അതല്ല പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസ്, ഇപ്പോൾ ഒരു ഡോക്ടർ ആണെന്ന് വിചാരിക്കും, അപ്പോൾ ആൾക്ക് ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് ആൾക്ക് വരുമാനം എന്നുണ്ടെങ്കിൽ ആൾക്ക് സ്ട്രൈറ്റ് അവേ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആളുടെ വരുമാനം 20 ലക്ഷമായിട്ട് കാണിച്ചിട്ട് 50% ഡിക്ലെയർ ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ITR 4 പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നുള്ള ഒരു ഫോം. അപ്പോൾ ഇങ്ങനെ 4 ഫോമുകളാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ടൈമിന് ഫയൽ ചെയ്യുക, കൃത്യമായിട്ട് ഫയൽ ചെയ്യുക, അതിന് കൃത്യമായിട്ടുള്ള ഫോമുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സെക്ഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഈ വർഷം ഉണ്ടായിട്ടുള്ള മാറ്റം ന്യൂ ടാക്സ് റെജീമിനെ പറ്റിയിട്ടാണ് അല്ലേ? അത് ഒന്ന് കുറെ കൂടെ. ന്യൂ ടാക്സ് റെജീം ഈ വർഷം തൊട്ട് ന്യൂ ടാക്സ് റെജീം ഡിഫോൾട്ട് റെജീമാണ്. ഡിഫോൾട്ട് റെജീം എന്ന് മാത്രമല്ല വളരെ അട്രാക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഫയൽ ചെയ്യുന്ന ഒരു 90% ആളുകൾ അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ ന്യൂ ടാക്സ് റെജീം ആയിരിക്കും ഒപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത. കാരണം അത്രയ്ക്കധികം ടാക്സ് ബെനിഫിറ്റാണ് നമ്മൾക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര വരുമാനം ഉണ്ടെങ്കിൽ എത്ര നമ്മൾ എക്സെംഷൻ പറയുകയാണെങ്കിലാണ് ന്യൂ ഓൾഡോ ബെനിഫിഷ്യലാവുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ 8 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ന്യൂ ടാക്സിൽ എത്ര വരുന്നു, ഓൾഡ് ടാക്സിൽ എത്ര വരുന്നു, ഇനി എത്ര ഡിഡക്ഷൻ ഉണ്ടെങ്കിലാണ് ആൾക്ക് ന്യൂ ടാക്സ് ആയിട്ട് എന്താ മാച്ചിങ് ആയിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇപ്രാവശ്യം ITR 1 ഫയൽ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് സാധാരണ വളരെ സിമ്പിളായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാറ്. അതായത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണോ ഒപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കുറച്ചൊരു കുഴപ്പിക്കുന്ന തരത്തിലാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഡിഫോൾട്ടായിട്ടുള്ള ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോ ആണ് കൊടുക്കുന്നത്. അതായത് ഓൾഡ് ആണെങ്കിൽ യെസ് കൊടുക്കണം. പക്ഷെ ഇത് പല ആളുകളും ഇത് അറിയാതെ യെസ് കൊടുത്ത് പോയിട്ട് ഫയൽ ചെയ്ത് കൂടുതൽ ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓൾഡ് ടാക്സ് റെജീമിന്റെ അത്രയും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഡിഡക്ഷൻ ആരും കാണിക്കില്ല. അപ്പോൾ ആ ഒരു പോർഷൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റിപ്പോകും. ഒരു ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ATC നമ്മുടെ LIC അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു 1.5 ലക്ഷം, പിന്നെ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിൽ നിന്ന് ഒരു 2 ലക്ഷം, മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു 25,000-50,000 രൂപയൊക്കെ, അങ്ങനെ വരുമ്പോൾ ഒരു 3.5-4 ലക്ഷം രൂപ ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആളെ ഇതെടുത്തിട്ട് കാര്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും ന്യൂ ആണ്. അതായത് അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ചിലപ്പോൾ 10-12 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിലാണ് ഇത് ചിലപ്പോൾ ടാലി ആയി പോവുള്ളൂ. ഒരു 10 ലക്ഷത്തിന് മേളിൽ വരുമാനം ഉണ്ടാവുകയും അതില് 3-3.5 ലക്ഷത്തിന് മേളില് നമ്മൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്താലേ ഓൾഡ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോ പോകുമ്പോൾ ന്യൂ ആയിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് ആവുക, ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. ന്യൂ ടാക്സ് റെജീം തന്നെയാണ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനൊന്നും അധികം ഫോക്കസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് യങ് ജനറേഷനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ടാക്സ്, നിങ്ങളുടെ ഇൻകം ഇത്രയുണ്ട്, നിങ്ങൾക്ക് ഇത്ര ടാക്സ് അടയ്ക്കാം. വേറെ അത്ര അധികം കോംപ്ലിക്കേഷനുകളിലേക്കൊന്നും പോകുന്നില്ല. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒന്നും സേവനം ആവശ്യമില്ലാത്ത തരത്തിലേക്കൊക്കെയാണ് ന്യൂ ടാക്സ് റെജീം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫയലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാമെങ്കിലും നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിനുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ലോസ് വരുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനുകളോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആവുന്ന ഇഷ്യൂകളൊക്കെ വരിക. കൂടാതെ നമ്മൾക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് പ്രീവിയസ് ഇയറിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജസ് നമുക്ക് മിസ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണലിലെ കൺസൾട്ട് ചെയ്യായിരിക്കും ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള യൂസേഴ്സിന് പ്രത്യേകിച്ചും ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമ്മൾ NRIs ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.